ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം കൂടുതൽ ശക്തമാകുന്ന സാഹചര്യത്തിൽ ലോകത്തിന്റെ ശ്രദ്ധ ഇപ്പോൾ പശ്ചിമേഷ്യയിലേക്കാണ് തിരിഞ്ഞിരിക്കുന്നത്. ഇറാനിലെ വിവിധ നഗരങ്ങളിൽ ഇസ്രായേൽ വ്യോമാക്രമണം തുടരുമ്പോൾ അമേരിക്ക നേരിട്ട് യുദ്ധത്തിൽ ഇടപെടുന്നില്ല എന്ന നിലപാടാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. എന്നാൽ അതേസമയം പേർഷ്യൻ ഗൾഫ് മേഖലയിൽ അമേരിക്കൻ സൈന്യം വലിയ ജാഗ്രതയോടെ നിലയുറപ്പിച്ചിരിക്കുകയാണെന്ന് വിവിധ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഇത് വിശദമായി നോക്കാം. ഞാൻ ദേവിക ഷെജി. ലോകമെമ്പാടുമുള്ള വിമാനങ്ങളുടെ സഞ്ചാരം നിരീക്ഷിക്കുന്ന ഫ്ലൈറ്റ് ട്രാക്കിംഗ് ഡേറ്റകളിൽ നിന്നാണ് ഈ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ ഡേറ്റകൾ പരിശോധിച്ച് വിദഗ്ധർ പറയുന്നത് അമേരിക്കൻ സൈനിക വിമാനങ്ങൾ ഗൾഫ് മേഖലയിലെ ആകാശത്ത് അസാധാരണമായ രീതിയിൽ സജീവമാണെന്നാണ്. പ്രത്യേകിച്ച് ഖത്തറിന്റെയും ബഹ്റിന്റെയും തീരപ്രദേശങ്ങളിൽ മുകളിലുള്ള ആകാശ മേഖലകളിൽ നിരവധി സൈനിക വിമാനങ്ങൾ നിരന്തരം പ്രവർത്തിക്കുന്നതായി കണക്കാക്കപ്പെടുന്നു. ഈ സാധാരണ പരിശീലനമോ പതിവ് നിരീക്ഷണമോ മാത്രമല്ല എന്നാണ് വിലയിരുത്തൽ. നിലവിലെ സാഹചര്യത്തിൽ ഏതെങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടായാൽ അതിന് ഉടൻ പ്രതികരിക്കാൻ കഴിയുന്ന രീതിയിലുള്ള സൈനിക തയ്യാറെടുപ്പിന്റെ ഭാഗമായാണ് ഈ നീക്കങ്ങളെന്നാണ് പലരും കണക്കാക്കുന്നത്. ഇസ്രായേലിലെ ടെൽ അവീവിൽ നിന്ന് പുറപ്പെട്ട ചില അമേരിക്കൻ സൈനിക വിമാനങ്ങൾ ഗൾഫ് മേഖലയിലേക്ക് എത്തിയതും ശ്രദ്ധ നേടുന്നുണ്ട്. ഈ വിമാനങ്ങളുടെ സഞ്ചാരം പരിശോധിക്കുമ്പോൾ വലിയൊരു പ്രതിരോധ പദ്ധതിയുടെ ഭാഗമായാണ് ഇവ പ്രവർത്തിക്കുന്നതെന്നാണ് സൈനിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. അമേരിക്കയുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് മേഖലയിലെ സുരക്ഷ ഉറപ്പാക്കുക എന്നതാണ്. പ്രത്യേകിച്ച് ഇറാനിൽ നിന്നോ ഇറാന്റെ പിന്തുണയുള്ള സംഘടനയിൽ നിന്നോ ഉണ്ടാകുന്ന മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ നിരീക്ഷിക്കുകയും അവയെ പരിശോധിക്കാൻ തയ്യാറാക്കുകയും ചെയ്യുകയാണ് US സൈന്യം. പേർഷ്യൻ ഗൾഫ് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കടൽ മാർഗങ്ങളിലൊന്നാണ്. ഈ മേഖലയുടെ ദിവസേന വൻതോതിൽ എണ്ണയും മറ്റു ചരക്കുകളും വിവിധ രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. പ്രത്യേകിച്ച് ഹോർമൂസ് കടലിടുക്ക് ആഗോള വ്യാപാരത്തിൽ നിർണായക പങ്ക് വഹിക്കുന്നു. ആയതിനാൽ ഇവിടെ ഏതെങ്കിലും സംഘർഷം ഉണ്ടായാൽ അതിന്റെ പ്രതിഫലനം ലോക സമ്പദ് വ്യവസ്ഥയിലും അനുഭവപ്പെടും. ഇതുകൊണ്ട് തന്നെ അമേരിക്ക ഈ മേഖലയെ വളരെ സൂക്ഷ്മമായാണ് നിരീക്ഷിച്ചു വരികയാണ്. യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുക്കുന്നില്ല എങ്കിലും സ്ഥിതി മോശമാകുന്ന സാഹചര്യത്തിൽ ഉടൻ ഇടപെടാൻ കഴിയുന്ന രീതിയിലാണ് സൈന്യം വിന്യസിച്ചിരിക്കുന്നത്. ഗൾഫ് മേഖലയിലെ അമേരിക്കയുടെ ഏറ്റവും വലിയ സൈനിക കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഖത്തറിലെ അൽ ഉദൈദ് എയർബേസ്. മിഡിൽ ഈസ്റ്റിലെ US സൈനിക പ്രവർത്തനങ്ങളുടെ പ്രധാന കേന്ദ്രമായാണ് ഈ താവളത്തെ കണക്കാക്കുന്നത്. ഇവിടെ നിന്നാണ് നിരവധി വ്യോമ ദൗത്യങ്ങളും നിയന്ത്രിക്കുന്നത്. യുദ്ധവിമാനങ്ങളും നിരീക്ഷണ വിമാനങ്ങളും ദീർഘസമയം ആകാശത്ത് തുടരണമെങ്കിൽ ഇടയ്ക്കിടെ ഇന്ധനം നിറയ്ക്കേണ്ടതുണ്ട്. അതിനായി പ്രത്യേക ടാങ്കർ വിമാനങ്ങളുടെ സഹായം ആവശ്യമാണ്. ഇപ്പോൾ ഫ്ലൈറ്റ് ട്രാക്കറുകളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടുന്ന വിമാനങ്ങളിൽ ഒന്നാണ് KC-135R സ്ട്രെറ്റോ ടാങ്കർ. ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് ആളുകളാണ് ഈ വിമാനത്തിന്റെ സഞ്ചാരം തത്സമയം നിരീക്ഷിക്കുന്നത്. അമേരിക്കൻ വ്യോമസേനയുടെ പ്രധാന ആകാശ ഇന്ധന വിതരണ വിമാനമാണിത്. യുദ്ധവിമാനങ്ങൾക്കും മറ്റു സൈനിക വിമാനങ്ങൾക്കും ആകാശത്ത് വെച്ച് തന്നെ ഇന്ധനം നൽകാൻ ഈ വിമാനത്തിന് കഴിയും. ഇതിന്റെ ഏറ്റവും വലിയ ഗുണം യുദ്ധവിമാനങ്ങൾക്ക് കൂടുതൽ ദൂരം സഞ്ചരിക്കാനും കൂടുതൽ സമയം ദൗത്യത്തിൽ തുടരാനും സാധിക്കുന്നതാണ്. സാധാരണ സാഹചര്യത്തിൽ തിരിച്ചെത്തേണ്ട വിമാനങ്ങൾക്കും ഇന്ധനം നിറച്ച ശേഷം ദൗത്യം തുടരാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇത്തരം വിമാനങ്ങൾ ഏത് സൈനിക നീക്കത്തിന്റെയും പ്രധാന ഭാഗമാണ്. മറ്റൊരു പ്രധാന വിമാനമാണ് KC-46 പെഗാസസ്. ഇതൊരു ആധുനിക ടാങ്കർ വിമാനമാണ്. ഇന്ധനം നിറയ്ക്കുന്നതിനും പുറമെ സൈനികരെയും ആവശ്യമായ ഉപകരണങ്ങളെയും അതിവേഗം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് എത്തിക്കാനും ഇതിന് കഴിയും. ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്ന ഈ വിമാനം നിലവിലെ US വ്യോമസേനയുടെ പ്രധാന സംവിധാനങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ വളരെ വേഗത്തിൽ പ്രതികരിക്കാൻ ഈ വിമാനങ്ങൾക്ക് സാധ്യമാകും. ഫ്ലൈറ്റ് ട്രാക്കറുകളിൽ ശ്രദ്ധ നേടുന്ന മറ്റൊരു വിമാനമാണ് ഗ്ലോബൽ എക്സ്പ്രസ് ശ്രേഷ്ഠയിൽപ്പെടുന്ന E-11A. പുറമേ നോക്കുമ്പോൾ ഇതൊരു സാധാരണ ബിസിനസ് ജെറ്റ് പോലെ തോന്നാം. എന്നാൽ യഥാർത്ഥത്തിൽ അത്യാധുനിക സൈനിക ആശയവിനിമയ സംവിധാനമാണ് ഇതിലുള്ളത്. ഈ വിമാനത്തെ പലരും ആകാശത്തെ കമ്മ്യൂണിക്കേഷൻ കേന്ദ്രം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. യുദ്ധമേഖലയിൽ പ്രവർത്തിക്കുന്ന സൈനികർക്കും വിമാനങ്ങൾക്കും തമ്മിൽ വിവരങ്ങൾ കൈമാറാൻ ഇത് സഹായിക്കുന്നു. മലനിരകളോ മറ്റ് പ്രകൃതിദത്ത തടസ്സങ്ങളോ കാരണം ആശയവിനിമയം ബുദ്ധിമുട്ടുള്ള പ്രദേശങ്ങളിൽ ഈ വിമാനത്തിന്റെ സേവനം വളരെ പ്രധാനമാണ്. വിവിധ സിഗ്നലുകൾ ഒരുമിച്ച് ബന്ധിപ്പിച്ച് വിവരങ്ങൾ കൃത്യമായി കൈമാറാൻ ഇതിന് കഴിയും. യുദ്ധ സാഹചര്യത്തിൽ ശത്രുപക്ഷം ആശയവിനിമയ സംവിധാനങ്ങളെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ അത്തരം സാഹചര്യങ്ങളിലും വിവരം കൈമാറ്റം തുടർന്നുകൊണ്ട് പോകാൻ ഈ വിമാനത്തിന് പ്രത്യേക കഴിവുണ്ട്. ഇപ്പോൾ ഗൾഫ് മേഖലയിലെ ആകാശത്ത് ഒരേ സമയം ഇത്തരത്തിലുള്ള നിരവധി വിമാനങ്ങൾ സജീവമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ശ്രദ്ധേയമായ കാര്യമാണ്. ഇത് വെറും പതിവ് നിരീക്ഷണമല്ല എന്നാണ് പല വിദഗ്ധരും പറയുന്നത്. മേഖലയിൽ നിലവിലുള്ള സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ഏത് സാഹചര്യവും നേരിടാൻ തയ്യാറാക്കുന്ന രീതിയിലുള്ള സൈനിക തീരുമാനമാണ് ഇതെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. അമേരിക്ക നേരിട്ട് യുദ്ധത്തിൽ പ്രവേശിച്ചിട്ടില്ല എങ്കിലും ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും സജ്ജമായി നിലയുറപ്പിച്ചിരിക്കുകയാണ്. സൈനിക വിമാനങ്ങൾ അവരുടെ ട്രാൻസ്പോണ്ടറുകൾ ഓഫ് ചെയ്യാതെ പ്രവർത്തിക്കുന്നതും ശ്രദ്ധേയമാണ്. സാധാരണയായി ചില രഹസ്യ ദൗത്യങ്ങളിൽ വിമാനങ്ങളുടെ സ്ഥാനം മറച്ചുവെക്കാറുണ്ട്. എന്നാൽ ഇപ്പോൾ പല വിമാനങ്ങളും ട്രാക്കറുകളിൽ വ്യക്തമായി കാണപ്പെടുന്നു. ഇത് ലോകരാജ്യങ്ങൾക്കും മേഖലയിലെ മറ്റു ശക്തികൾക്കും ഒരേ സന്ദേശം നൽകാനുള്ള ശ്രമമായി ചില വിദഗ്ധർ കണക്കാക്കുന്നു.
അതായത് അമേരിക്ക സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ആവശ്യമെങ്കിൽ വേഗത്തിൽ പ്രതികരിക്കാൻ തയ്യാറാണെന്നും വ്യക്തമാക്കുന്നതാണ് ഈ നീക്കങ്ങളെന്ന് കണക്കാക്കപ്പെടുന്നു. ഇറാൻ ഇസ്രയേൽ സംഘർഷം കൂടുതൽ വ്യാപിക്കുമോ അതോ നയതന്ത്ര ശ്രമങ്ങളിലൂടെ നിയന്ത്രണത്തിലാകുമോ എന്നത് ഇപ്പോൾ വ്യക്തമല്ല. എന്നാൽ ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സൈനിക സാന്നിധ്യവും വ്യോമ പ്രവർത്തനങ്ങളുടെ കണക്കാക്കുന്നത് മേഖലയിലെ ഏറ്റവും ശക്തമായ സൈനിക ശക്തികളിൽ ഒന്നായ അമേരിക്ക ഏത് സാഹചര്യവും നേരിടാൻ തയ്യാറായിരിക്കുകയാണെന്നാണ്. അടുത്ത ദിവസങ്ങളിൽ പശ്ചിമേഷ്യയിലെ സംഭവ വികാസങ്ങൾ ഏത് ദിശയിലേക്ക് പോകുമെന്നത് ലോകം ഉറ്റുനോക്കുകയാണ്. നിലവിലെ സാഹചര്യം സംഘർഷഭരിതമാണെങ്കിലും സമാധാനപരമായ പരിഹാരത്തിനായുള്ള ശ്രമങ്ങളും ഒരുപോലെ തുടരുകയാണ്.